എനിക്ക് തോന്നുന്നു ഈ വൃഷഭ എന്നുള്ള സിനിമയുടെ സ്ക്രിപ്റ്റ് വായിച്ചപ്പോൾ ഈ മഗധീരയൊക്കെ പോലെ പുനർജന്മം, പ്രതികാരം തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇത് കൊള്ളാമല്ലോ എന്ന് ലാലേട്ടന് തോന്നി കാണും. അതുകൊണ്ടാണ് പുള്ളി ഒക്കെ പറഞ്ഞിട്ടുണ്ടാവുക. അത്യാവശ്യം 2-3 കാലഘട്ടങ്ങളൊക്കെയാണ് കാണിക്കുന്നത്. ഈ കാലഘട്ടങ്ങളിൽ യുദ്ധമൊക്കെ ഉണ്ട്. അപ്പോൾ കൊള്ളാവുന്നൊരു ബഡ്ജറ്റ് ഡിമാൻഡ് ചെയ്യുന്ന സ്ക്രിപ്റ്റാണ് ഈ വൃഷഭയുടേത്. പക്ഷേ ഇവരുടെ കയ്യിൽ അത്രയുള്ള പ്രോപ്പർ ബഡ്ജറ്റ് ഇല്ലാത്തതിൻ്റെയാണോ എന്തിൻ്റെയാണോ എന്നറിയില്ല, ഒരു തട്ടിക്കൂട്ട് സെറ്റപ്പിലാണ് ഈ പടം എടുത്ത് വെച്ചിരിക്കുന്നത്. അതുമാത്രമല്ല ഇതിൻ്റെ ഒറിജിനൽ ലാംഗ്വേജ് തെലുങ്കാണ്, അറിയാമല്ലോ. അപ്പോൾ ഈ തെലുങ്ക് എന്നുള്ളത് ഒറിജിനൽ ലാംഗ്വേജിൽ വരുന്ന സംഭാഷണങ്ങൾ എങ്ങനെയാണെന്ന് അറിയില്ല. ഞാൻ കണ്ടത് മലയാളം ഡബ് വേർഷനാണ്. അപ്പോൾ ഈ മലയാളം ഡബ് വേർഷനിലേക്ക് വന്നപ്പോൾ ഈ ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ അതിനകത്ത് ചെയ്തു വെച്ചിരിക്കുന്നത് ലാലേട്ടൻ സ്വന്തം ശബ്ദം തന്നെയാണ്. അപ്പോൾ ഇതിൽ കൊടുത്തിരിക്കുന്ന സംഭാഷണങ്ങളെല്ലാം നമുക്കൊരു സ്റ്റേജ് ലെവൽ നാടകങ്ങൾ അല്ലെങ്കിൽ ബാലെ, പണ്ട് ബാലയൊക്കെ ഉണ്ടാവുന്നില്ലേ, അപ്പോൾ അതിനകത്ത് വരുന്ന പോലുള്ള സംഭാഷണങ്ങളാണ് എൻറ്റയർലി ഈ പടത്തിലുള്ളത്. ഒരു സ്ട്രോങ് ആയിട്ടുള്ള സപ്പോർട്ടിങ് കാസ്റ്റ് ഒന്നുമില്ല. അപ്പോൾ ഇതിൽ ഈ പെർഫോമൻസിൻ്റെ കാര്യം പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഹീറോ ആയിട്ടുള്ള ലാലേട്ടൻ അടക്കമുള്ള എല്ലാവരും പരിതാപകരമായിട്ടുള്ള പെർഫോമൻസാണ് ഈ പടത്തിലുള്ളത്. പിന്നെ വി എഫ് എക്സ് വളരെ മോശമാണ്. പിന്നെ ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഒരു പുനർജന്മം, പ്രതികാരം എന്നുള്ള രീതി ആ ഒരു സംഭവം ഒഴികെ ബാക്കിയെല്ലാം അട്ടർ ബ്ലണ്ടറാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതിൽ എങ്ങനെയാണ് ഈ സിനിമ അവസാനിപ്പിക്കേണ്ടതെന്ന് ഇവർക്ക് യാതൊരുവിധ ഐഡിയ ഇല്ല. ഇതെല്ലാം കൂടി ഒത്തു വന്നപ്പോൾ കിട്ടിയിരിക്കുന്ന നല്ല ഒന്നാന്തരം മലങ്കൾട്ട് ഐറ്റമാണ് വൃഷഭ. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഈ പുനർജന്മം, പ്രതികാരം ഇങ്ങനെയുള്ള സംഭവങ്ങളൊന്നും അത്ര തെലുങ്ക് ഇൻഡസ്ട്രിയിൽ പുതുതൊന്നുമല്ല. നമ്മൾ ഒരുപാട് ഇതുപോലുള്ള സിനിമകൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ ഈ സിനിമയുടെ എന്ന് പറയുന്നുണ്ടെങ്കിൽ അച്ഛനെ കൊല്ലണം എന്ന് ഉറച്ച് അതിന് സാധിക്കാതെ പോയൊരു മകൻ, ആ മകൻ പുനർജനിക്കുന്നു. അപ്പോൾ അച്ഛനെ കൊല്ലണം, അച്ഛനെ കൊന്നാലാണ് ഇവൻ്റെ ഒരു ക്യാരക്ടറിന്, ഇവന് മോക്ഷം ലഭിക്കണമെന്നുണ്ടെങ്കിൽ അച്ഛനെ കൊന്നിരിക്കണം. പക്ഷേ ഈ അച്ഛൻ എന്ന് പറയുന്ന ആളാണെന്നുണ്ടെങ്കിൽ മകനെ അതിയായി സ്നേഹിക്കുന്ന, മകനാണ് ലോകം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ്. അപ്പോൾ ഇതാണ് ഇവരുടെ തമ്മിലുള്ള കോൺഫ്ലിക്റ്റ്. അപ്പോൾ ഈ കോൺഫ്ലിക്റ്റിൽ എന്ത് ചെയ്യണം, ക്ലൈമാക്സ് ആകുമ്പോൾ ഇത് എങ്ങനെ അവസാനിപ്പിക്കണമെന്ന് അറിയില്ല. അപ്പോൾ നമ്മൾ സ്ഥിരമായിട്ട് ഇപ്പോൾ തെലുങ്ക് സിനിമകൾ ഫോളോ ചെയ്യുന്നവർക്ക് മനസ്സിലാവും. ഇപ്പോൾ സ്ഥിരമായിട്ട് ഏത് പടം എടുത്തിട്ടുണ്ടെങ്കിലും ആ പടത്തിൻ്റെ അവസാനം ഒരു ദൈവം പ്രത്യക്ഷപ്പെടും, ഹനുമാൻ വരും, അല്ലെങ്കിൽ ശ്രീരാമൻ, സാക്ഷാൽ ശ്രീരാമൻ പ്രത്യക്ഷപ്പെടും, അതല്ലാന്നുണ്ടെങ്കിൽ ശിവഭഗവാൻ പ്രത്യക്ഷപ്പെടും. ഇപ്പോൾ നമ്മളിപ്പോൾ കുറച്ച് നാൾ മുമ്പ് സുധീർ ബാബുയുടെ ഒരു പടം ഉണ്ടായിരുന്നു. എല്ലാ പടത്തിലും ഇങ്ങനെ തന്നെയാണ്. അതായത് ക്ലൈമാക്സിൽ എന്താ ചെയ്യേണ്ടതെന്ന് അവർക്ക് അറിയില്ല. അപ്പോൾ ഡയറക്റ്റ്ലി ഒരു ദൈവം പ്രത്യക്ഷപ്പെടുന്നു, ആ പ്രോബ്ലത്തിന് സൊല്യൂഷൻ നൽകുന്നു, പുള്ളിക്കാരൻ പോകുന്നു. അപ്പോൾ ഇങ്ങനെ എനിക്ക് തോന്നുന്നു വേറൊരു ഇൻഡസ്ട്രിയിലും ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് ദൈവങ്ങളുടെ ക്യാമിയോ അല്ലെങ്കിൽ ദൈവങ്ങളുടെ ഗസ്റ്റ് അപ്പിയറൻസ് ഉള്ള ഒരു ഇൻഡസ്ട്രി ഇല്ല. ഇപ്പോൾ തെലുങ്ക് ഇൻഡസ്ട്രി കണ്ടിന്യൂസ് ആയിട്ട് വീക്കായിട്ടുള്ള ഒരു സ്ക്രിപ്റ്റ് എഴുതി വെച്ച് അതിൽ അവസാനം ദൈവത്തിൻ്റെ പേരിൽ എന്ത് കാണിക്കുക, പിന്നെ എന്തും കാണിക്കാമല്ലോ, പിന്നെ നോ ക്വസ്റ്റ്യൻസ് ആസ്ക്ഡ്. അപ്പോൾ ആ രീതിയിൽ വരിക്കുന്ന ഒരു വളരെ വീക്കായിട്ടുള്ളൊരു സ്ക്രിപ്റ്റാണ് ഈ പടത്തിലുള്ളത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതിൽ 2-3 കാലഘട്ടങ്ങളായിട്ടാണ് ഇതിൻ്റെ കഥ നടക്കുന്നത്. പിന്നെ മെയിൻ സംഭവം വരുമ്പോൾ ഈ വൃഷഭ എന്ന് പറയുന്നൊരു രാജാവ്, അപ്പോൾ ഈ രാജാവിനെ ഏൽക്കുന്നൊരു ശാപം, അതിനെ ഡിപ്പെൻഡ് ചെയ്ത ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം പോകുന്നത്. അപ്പോൾ ഇങ്ങനെ പോകുന്ന കഥയാവുമ്പോൾ ഇതിൻ്റെ മെയിൻ കോൺഫ്ലിക്റ്റ് പ്രോപ്പറായിട്ട് എഴുതുക എന്നുള്ളതുണ്ട്. അതായത് ഈ അച്ഛൻ മകൻ തമ്മിലുള്ള അവർ തമ്മിലുള്ള ഒരു ഫാമിലി ഡൈനാമിക്സ്, ആ ഒരു കാര്യങ്ങളൊക്കെ പ്രോപ്പറായിട്ട് എഴുതിയാലാണ് നമുക്കിപ്പോൾ ഒരു അമർചിത്ര കഥ അല്ലെങ്കിൽ രാജാപ്പാട്ട് ലെവൽ കഥയാണെന്നുണ്ടെങ്കിൽ പോലും നമ്മളതൊക്കെ ഒരുപാട് എൻജോയ് ചെയ്തിട്ടുണ്ട്. അതുപോലുള്ള കഥകളെല്ലാം നല്ലൊരു കോൺഫ്ലിക്റ്റ് ഉണ്ടാവണം. പക്ഷേ ഇവർക്ക് കോൺഫ്ലിക്റ്റ് എഴുതാൻ അറിയാൻ പാടില്ലാതെ ഇവർ എഴുതി കാച്ചി കൂട്ടിയിരിക്കുന്നതെല്ലാം ക്ലൈമാക്സിൽ ഒരു ട്വിസ്റ്റ് പോലെയൊക്കെ വരുന്നുണ്ട്. അതൊക്കെ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ സഹിക്കില്ല. എങ്ങനെ ഒരു മോശം തിരക്കഥ എഴുതാം എന്നുള്ളതിൻ്റെ ഒരു ഉദാഹരണമായിട്ട് നമുക്ക് ഈ വൃഷഭ എന്നുള്ള ഈ സിനിമയെ കാണാം. പിന്നെ ഇതിൻ്റെ ടെക്നിക്കൽ ആസ്പെക്ട്സ് അത് പറയാതിരിക്കുന്നതാണ് ഭേദം. ഇതിൻ്റെ തുടക്കത്തിൽ തന്നെ ഒരു ചെറിയ ഒരു ഫൈറ്റ്, ഒരു വാർ സീക്വൻസാണ് വരുന്നത്. അപ്പോൾ ഈ വാർ സീക്വൻസിലാണ് നമ്മുടെ ലാലേട്ടൻ്റെ ഇൻട്രോ. അപ്പോൾ ലാലേട്ടൻ്റെ ഇൻട്രോ ഒരു നൈറ്റ് ഷോട്ടും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇതിൻ്റെ സൗണ്ട് മിക്സിംഗ് ഒക്കെ ചെയ്തിരിക്കുന്നത് സാക്ഷാൽ റസൂൽ പൂക്കുട്ടിയാണ്. പക്ഷേ പുള്ളിക്കാരൻ്റെ ഒരു സിഗ്നേച്ചർ പോലും നമുക്ക് ഈ സിനിമയിൽ കാണാൻ പറ്റില്ല. അതുപോലുള്ള ഒരു മോശമായിട്ടുള്ള, അതായത് എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും ഒരേപോലെ മോശം ചില സിനിമകൾക്ക് നമുക്ക് പറയില്ലേ, അതുപോലുള്ളൊരു പടമാണ് വൃഷഭ. അപ്പോൾ ഇതിനകത്ത് ഫൈറ്റ് നടക്കുന്നു, ലാലേട്ടൻ്റെ ഇൻട്രോ ലാലേട്ടൻ നന്നായിട്ട് ഫൈറ്റ് ചെയ്യുന്ന ആളാണ്, നമുക്കറിയാം. പക്ഷേ ഈ പടത്തിൽ പുള്ളി ഇത്രയൊക്കെ മതി എന്നുള്ളൊരു മൈൻഡിൽ ആക്ഷൻ സീക്വൻസ് ആണെങ്കിലും ഒരു സുഖമില്ല. അത് കഴിഞ്ഞിട്ട് ഒരു ഹോഴ്സ് റൈഡ്, അതായത് ഒരു ചേസ് സീക്വൻസ് ആണ് രാത്രി. അപ്പോൾ 2 പേര് കുതിരപ്പുറത്ത് പോകുന്നതാണ്. അപ്പോൾ ആ ഒരു സീക്വൻസ് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ പഴയ സിനിമകളുണ്ടല്ലോ, ഇപ്പോൾ ഈ മാമാങ്കം, തച്ചോളിയമ്പ് പോലുള്ള പടങ്ങളൊക്കെ, അതൊക്കെ എന്നാ പ്രൊഡക്ഷൻ ക്വാളിറ്റിയിൽ എടുത്തു വെച്ചിരിക്കുന്നത് അന്നത്തെ കാലത്ത്. ഇത് പുതിയ 2025 റിലീസായി പോട്ടെ, ഇത് ഷൂട്ടിങ് തുടങ്ങിയത് ചിലപ്പോൾ 2022 ആ കാലഘട്ടങ്ങളിലൊക്കെ ആയിരിക്കാം. എന്നാൽ പോലും ഇവർ ചെയ്തു വെച്ചിരിക്കുന്നത് ഒരു സിനിമയല്ലേ, ഒരു, അതായത് ആ കുതിരേനെയൊക്കെ കണ്ടു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു ഈ ലെവല് മരക്കാരൻ്റെ കൂടെ ഷൂട്ട് ചെയ്ത പടമായിരിക്കാൻ തോന്നുന്നത്. കാരണം അതേപോലത്തെ പ്രൊഡക്ഷൻ ക്വാളിറ്റിയാണ് ഇതിൽ ഫീൽ ചെയ്യുന്നത്. അതായത് അമ്പേ പരാജയം. അത് നമുക്ക് പടം തുടങ്ങി 15 മിനിറ്റിനുള്ളിൽ തന്നെ നമുക്ക് മനസ്സിലാവും, ഓക്കെ നമ്മൾ കാണാൻ പോകുന്നത് ഒരു പച്ച അപരാധം പടമായിരിക്കും. കാരണം പ്രൊഡക്ഷൻ ക്വാളിറ്റി, പിന്നെ അതുപോലത്തെ ഡയലോഗ്സ്, പിന്നെ പെർഫോമൻസിനെ കുറിച്ച് പറയുകയാണെന്നുണ്ടെങ്കിൽ ഈ സിനിമയുടെ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് പറയുന്നത് ഇതിനകത്ത് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു ലെജൻഡിന്, ഒരു മഹാനടനാണ് അദ്ദേഹത്തിന് കൊടുത്തിരിക്കുന്ന ഒരു ടൈറ്റിൽ കാർഡാണ്. ഗോഡ് ഓഫ് ആക്ടിങ് എന്നാണ് മോഹൻലാലിന് അവർ കൊടുത്തിരിക്കുന്ന ടൈറ്റിൽ കാർഡ് തെലുങ്കു. അപ്പോൾ ഈ ഗോഡ് ഓഫ് ആക്ടിങ് എന്ന് പറയുന്ന ഒരു ടാഗ് ലൈനൊക്കെ കൊടുത്തിരിക്കുന്ന ഒരു നടൻ മോഹൻലാൽ, ഇദ്ദേഹം ഈ സിനിമയിൽ അഭിനയിച്ചിരിക്കുന്നത്
പുള്ളിക്ക് തീരെ സെറ്റാവുന്നില്ല. ഒന്നാമത് ഈ രാജാപ്പാട്ട് അല്ലെങ്കിൽ ഇതുപോലുള്ള ഇങ്ങനത്തെ സിനിമകൾ ഡിമാൻഡ് ചെയ്യുന്ന ഒരു ആക്ടിങ് സ്റ്റൈലുണ്ട്. ആ ആക്ടിങ് സ്റ്റൈൽ എന്ന് പറയുമ്പോൾ കുറച്ച് ഡ്രാമാറ്റിക് ആയിട്ടുള്ള ആ ഒരു മീറ്ററിലാണ് ഇത് അഭിനയിക്കാൻ പറ്റുള്ളൂ. അപ്പോൾ അങ്ങനെ നമ്മൾ എൻജോയ് ചെയ്ത ഒരുപാട് സീക്വൻസും സിനിമകളൊക്കെ ഉണ്ട്. ഇപ്പോൾ ഒരു എക്സാമ്പിൾ ഞാൻ പറയുകയാണ്, ബാഹുബലി 2. ബാഹുബലി 2 മറ്റേ ദേവസേനേനെ ആ ഒരു കൊട്ടാരത്തിൽ വിചാരണ ചെയ്യുമ്പോൾ അതിനകത്ത് പ്രഭാസ് നടന്നു എന്നൊരു സീക്വൻസ് ഉണ്ട്. അത് ഞാൻ പറയുമ്പോൾ തന്നെ നിങ്ങളുടെ മൈൻഡിലേക്ക് ആ സീക്വൻസ് വരും. ആ സീക്വൻസ് വരാൻ നേരത്ത് അപ്പോൾ ഒരു കിങ് അല്ലെങ്കിൽ ഒരു രാജാവിൻ്റെ അതിൻ്റെ ഒരു സ്വാഗ്, ആ ഒരു ഓറ, ആ നടന്നു വരുന്ന സ്റ്റൈല് ഇതിനകത്തും അതുപോലുള്ളൊരു ലാലേട്ടൻ്റെ ഒരു സീക്വൻസ് ഉണ്ട്. പുള്ളിക്കാരൻ ഇങ്ങനെ ഒരു സംശയിച്ച് നിൽക്കുന്ന പോലെ ആദ്യമായിട്ട് മറ്റേ എവിടെയെങ്കിലുമൊക്കെ ഗവൺമെൻറ് ഓഫീസിലൊക്കെ പോകുമല്ലോ, ഇപ്പോൾ ആധാർ കാർഡ് തിരുത്താൻ വേണ്ടി അക്ഷയയിലൊക്കെ പോകുമ്പോൾ ചിലർ ആദ്യമായിട്ടൊക്കെ വരുമ്പോൾ ഇങ്ങനെ എന്താണ് ചെയ്യേണ്ടതെന്ന് അറിയാൻ വേണ്ടിയിട്ടുള്ള ഒരു നിപ്പ് വെക്കില്ലേ, അതുപോലെയൊക്കെയാണ് ഒരു രാജാവ് നടന്നു വന്നത് രാജസദസ്സിലേക്ക്. അപ്പോൾ പുള്ളിക്ക് സെറ്റായിട്ടുള്ള സംഭവമേ അല്ല ഈ പടം. പുള്ളി എൻറ്റയർലി മിസ്കാസ്ഡ് ആണ്. പിന്നെ പുള്ളിയുടെ ഇതിനകത്ത് പെർഫോമൻസ് പാത്തറ്റിക് പെർഫോമൻസ് ആണ്. വളരെ വളരെ ശോകമായിട്ടുള്ള ഒരു മഹാനടനാണ് മോഹൻലാൽ എന്ന് പറയുന്ന ആൾ. പക്ഷേ പുള്ളിയുടെ ഈ അഭിനയത്തിൻ്റെ ഇത്രയും ആ ഒരു എക്സ്പീരിയൻസ് തുടങ്ങിയ കാര്യങ്ങളൊന്നും ഈ സിനിമയിൽ പുള്ളി ഉപയോഗിച്ചിട്ടില്ല. പുള്ളിയുടെ വൺ ഓഫ് ദ വീക്കസ്റ്റ് പെർഫോമൻസ്, വീക്കസ്റ്റ് എന്നല്ല, പുള്ളിയുടെ വൺ ഓഫ് ദ വേസ്റ്റ് പെർഫോമൻസ് ആണ് ഈ പടത്തിലുള്ളത്. ഇപ്പോൾ കഴിഞ്ഞ ആഴ്ചയാണെന്നുണ്ടെങ്കിൽ ബബ്ബ എന്ന് പറയുന്ന പടത്തിലും ഇതുപോലെ ഒരു കോമാളികളി തന്നെയായിരുന്നു പുള്ളി. ഇപ്പോൾ കണ്ടിന്യൂസ് ആയിട്ട് ഒരു പടം ഒരാഴ്ച കഴിഞ്ഞ് അടുത്ത ആഴ്ച വീണ്ടും അതിനേക്കാൾ മലങ്കൾട്ട് ലെവൽ പെർഫോമൻസ് ആണ് മോഹൻലാൽ എന്ന് പറയുന്ന ഒരു നടൻ നമുക്ക് നൽകുന്നത്. എന്ത് പറയാനാണ്. പിന്നെ അതിൻ്റെ മോഹൻലാലിൻ്റെ മകനായിട്ട് അഭിനയിച്ചിരിക്കുന്നത് സമർജിത്ത് ലങ്കേഷ്. ചെക്കൻ കൊള്ളാം, ചെക്കൻ നല്ല സ്മാർട്ടാണ്, നല്ലോണം ഡാൻസ് ചെയ്യുന്നുണ്ട്, ഫൈറ്റും അത്യാവശ്യം തിരക്കേടില്ല. പക്ഷേ 2 ഗെറ്റപ്പിലൊക്കെയാണ് ചെറുക്കൻ വരുന്നത്. ആദ്യത്തെ ഗെറ്റപ്പ് വലിയ കുഴപ്പമില്ല, മോഡേൺ വേൾഡിലുള്ള സംഭവമൊന്നും വലിയ കുഴപ്പമില്ല, പുള്ളിക്കാരന് പറ്റുന്ന രീതിയിൽ ഒക്കെ ആയിട്ട് പെർഫോം ചെയ്യുന്നുണ്ട്. പിന്നെ പക്ഷേ ഫ്ലാഷ് ബാക്ക് പോർഷനിലേക്ക് വരുമ്പോഴേക്കും കളി മാറി. കാര്യം ഇത് അധികം പടങ്ങളിലൊന്നും ഈ ചെക്കനെ കണ്ടിട്ടില്ല. അപ്പോൾ ഈ പുള്ളിനെ പോലെ ഇങ്ങനെ ഇൻഎക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരാൾക്ക് പറ്റിയതല്ല. അത്യാവശ്യം വെയിറ്റേജ് ഉള്ളൊരു റോളാണ് ഇത്. അതിന് വേണ്ടിയിട്ടുള്ള ആൾക്കാർ ചെയ്യണം. അപ്പോൾ അത് ചെയ്യാത്തത് കൊണ്ടും കാര്യങ്ങളൊക്കെയാണ്. ഈ ചെക്കൻ പരമാവധി ശ്രമിച്ചിട്ടുണ്ട്, പക്ഷേ ഒന്നും അങ്ങോട്ട് സെറ്റ് ആവണില്ല. പിന്നെ ഞാൻ പറഞ്ഞല്ലോ, പടത്തിൻ്റെ മൊത്തത്തിലുള്ള മീറ്റർ തന്നെ ഒരു ദുരന്തം മീറ്ററാണ്. അപ്പോൾ പിന്നെ ഇതൊക്കെ മതിയെന്ന് ചെക്കനും വിചാരിച്ച് കാണാം. കാരണം നല്ല രീതിയിൽ ആ പയ്യൻ എടുത്തിരിക്കുന്ന എഫേർട്ടൊക്കെ നമുക്ക് കാണാൻ പറ്റും. പക്ഷേ പടം ഇതായിപ്പോയി, അതാ പ്രശ്നം. പിന്നെ ബാക്കി കുറേ കാസ്റ്റ് ഉണ്ട്, സപ്പോർട്ടിങ് കാസ്റ്റ്, എല്ലാവരും മത്സരിച്ച് ഓവർ ആക്ടിങ് ആണ്. ചിലർ ഓവർ ആക്ടിങ്, ചിലർ അഭിനയിക്കുന്നേ ഇല്ല. അപ്പോൾ ഈ ലെവലിലൊക്കെ പോകുന്നതാണ്. അപ്പോൾ പെർഫോമൻസ് ഇവർ രണ്ടുപേരും കഴിഞ്ഞാൽ പിന്നെ പ്രത്യേകിച്ച് എടുത്ത് പറയത്തക്ക ആരുമില്ല. അതാണ്. ഇനി ഇതിൻ്റെ ഈ പടം എൻഗേജിങ് ആണോ എന്ന് ചോദിച്ചു കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, പടം തുടങ്ങി 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും ഇത് യൂണിവേഴ്സ് വേറെയാണ്. നമ്മൾ എത്തിയിരിക്കുന്ന ഒരു മലങ്കൾട്ട് യൂണിവേഴ്സിലാണ്. ആ മലങ്കൾട്ട് യൂണിവേഴ്സിലെ പടമാണെന്ന് നമുക്ക് 15 മിനിറ്റ് തന്നെ ക്ലീനായിട്ട് മനസ്സിലാവും. പിന്നെ നാടകങ്ങൾ വെല്ലുന്ന ആ ലെവലിലുള്ള ആ ഒരു ഡയലോഗ്സ് തുടങ്ങിയ കാര്യങ്ങളൊക്കെയാണ് വരുന്നത്. പിന്നെ ഇൻ്റർവെല്ലിൽ ഒരു ട്വിസ്റ്റ് പോലെയൊക്കെയാണ് കാണിക്കുന്നത്. ട്വിസ്റ്റ് ഒന്നുമല്ല, നമുക്ക് ഓൾറെഡി ഇവരുടെ പടത്തിൻ്റെ സിനോപ്സിസ് പുറത്തിറക്കിയപ്പോൾ തന്നെ ഇത് ഔട്ടായ കാര്യമാണ്. അതൊക്കെ ആയി കഴിഞ്ഞിട്ട് നമുക്ക് ഒരു രീതിയിലും നമുക്ക് സഹിച്ചിരിക്കാൻ പറ്റിയ ഒരു പടമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടില്ല. പിന്നെ നല്ലൊരു കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ പടം 2 മണിക്കൂർ 7 മിനിറ്റേ ഉള്ളൂ. അതായത് ഒരുപാട് ഇരുത്തി കൊന്നിട്ടൊന്നുമില്ല. ഓക്കെ, 2 മണിക്കൂർ 7 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് രക്ഷപ്പെടാമെന്നുള്ള രീതിയിൽ 2 മണിക്കൂർ 7 മിനിറ്റിൽ എഡിറ്റർ താങ്ക് യു സോ മച്ച്. അതിന് പുള്ളിക്ക് നന്ദി പറയാം. ഇതാണ് ഈ സിനിമയിൽ എനിക്ക് ആകെ പറയാനുള്ള ഒരു പോസിറ്റീവായിട്ടുള്ളൊരു കാര്യം. പിന്നെ ഈ പടത്തിൻ്റെ സർട്ടിഫിക്കേഷൻ UA 16+ ആണ്. കാരണം അതായത് OR സീക്വൻസ് വരുന്നുണ്ട്. പിന്നെ തെലുങ്ക് പടത്തിൽ നമ്മൾ സ്ഥിരമായിട്ട് കാണുമല്ലോ, എന്തെങ്കിലും യുദ്ധം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തലവെട്ടി കളിക്കുക എന്നുള്ളത് ഇവരുടെ ഒരു ഹോബിയാണ്. അപ്പോൾ അങ്ങനെയുള്ള കുറേ സീക്വൻസ് വരുന്നുണ്ട്. അത് മാത്രമല്ല, ഇതിനകത്ത് KGFലെ വില്ലനുണ്ടോ, രാമചന്ദ്ര രാജു എന്നത് പുള്ളിയുടെ പേര്. പുള്ളിയുടെ ഒരു സീൻ വരുന്നുണ്ട്. പുള്ളി ഒരാളിങ്ങനെ കഴുത്തിങ്ങനെ അറക്കുന്നത്, ആ സീൻ ഭയങ്കര വയലൻ്റായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. കാരണം എന്നുള്ളൊരു ഫീലാണ് ആ സീൻ പെട്ടെന്ന് വന്നപ്പോൾ. അതുകൊണ്ട് 10 വയസ്സിൽ താഴെയുള്ള കുട്ടികളൊക്കെ ആയിട്ട് പോകാൻ പറ്റിയ ഒരു സിനിമയല്ല. അല്ലെങ്കിലും ഈ സിനിമ എനിക്ക് തോന്നുന്നില്ല ഒരു 2-3 ദിവസം കൂടി വന്നിട്ടുണ്ടെങ്കിൽ ഈ ക്രിസ്മസ് വീക്കെൻഡ് കഴിയുമ്പോഴേക്കും വാഷ് ഔട്ട് ആവാനുള്ള പടമാണ്. അതുകൊണ്ട് എനിക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ല. മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ മോഹൻലാലിൻ്റെ ഈ വർഷം പുള്ളിക്ക് നല്ലൊരു വർഷമായിരുന്നു. ബാക്ക് ടു ബാക്ക് കുറേ ഹിറ്റുകളും കാര്യങ്ങളൊക്കെ കിട്ടിയതാണ്. പക്ഷേ മെയിൻ റോളിലെത്തിയ മലയാള സിനിമയല്ല എന്നുള്ളൊരു ആശ്വാസമുണ്ട്. വൃഷഭ എന്നുള്ളത് ഒരു രീതിയിലും സിനിമ എന്ന രീതിയിൽ ഒരു എൻറ്റയർലി ഫെയിലിയർ ആയിട്ടുള്ള എല്ലാ ഡിപ്പാർട്ട്മെൻറ്റും, അഭിനയമാവട്ടെ, VFX ആവട്ടെ, ടെക്നിക്കലാവട്ടെ, എന്ത് നോക്കിയാലും ഒരു മേനയില്ലാത്ത ഒരു പടം. അതാണ് വൃഷഭ.